السلام عليكم ورحمة الله وبركاته. മുഖ്തസർ 132 ബാബുൽ ഖസർ 1 പേജ് നമ്പർ 182-83. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد وآله وصحبه. അൽ ഖസ്റു ഖസ്ർ എന്ന് പറഞ്ഞാൽ ഫിൽ ലുഗത്തിൽ അൽ ഹബ്സ് എന്നാണ്. നിയന്ത്രണം, അതാണ്. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, കൂടാരങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ട സുന്ദരികൾ. അപ്പോൾ നിയന്ത്രണം വെക്കുക, ഇതാണ് ഖസ്ർ. ഒഫിൽ ഇസ്തിലാഹിൽ ഖസ്ർ എന്നാൽ തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ, ഒരു ഷൈഇനെ മറ്റൊരു ഷൈഇ കൊണ്ട് ഖാസാക്കുക. അപ്പൊ രണ്ട് ഷൈഇ ഉണ്ടാവും. ഒരു ഷൈഇനെ മറ്റൊരു ഷൈഇ കൊണ്ട് ഖാസാക്കുക. അതായത് മൗസൂഫിന് സിഫത്ത് കൊണ്ട് ഖാസാക്കുക, സിഫത്തിനെ മൗസൂഫ് കൊണ്ട് ഖാസാക്കുക. ഈ രണ്ട് ഷൈഇ, ഒന്ന് സിഫത്തും ഒന്ന് മൗസൂഫും ആയിരിക്കും. അപ്പോൾ മൗസൂഫിനെ സിഫത്ത് കൊണ്ട്, അതായത് സിഫത്ത് ഈ മൗസൂഫിന് മാത്രം, അല്ലെങ്കിൽ എന്താണ്, സിഫത്തിനെ മൗസൂഫ് കൊണ്ട് ഖാസാക്കുക, സിഫത്തിനിക്ക് ഈ മൗസൂഫ് മാത്രം. അതാണ് തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ. ഒരു ഷൈഇനെ ഒരു ഷൈഇ കൊണ്ട് ഖാസാക്കുക, പ്രത്യേകമാക്കുക, ചുരുക്കുക എന്നൊക്കെ പറയാം. അതായത് രണ്ട് ഷൈഇ വേണമല്ലോ. രണ്ട് ഷൈഇ ഉണ്ടാകുമ്പോൾ രണ്ട് ഷൈഇ, തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ എന്ന് പറഞ്ഞു. ഒന്നാം ഷൈഇ, രണ്ടാം ഷൈഇ. ഒന്നാം ഷൈഇ സിഫത്താണെങ്കിൽ ബിഷൈഇൻ എന്ന് പറഞ്ഞ രണ്ടാം ഷൈഇ മൗസൂഫാവും. അപ്പോൾ സിഫത്തിനെ മൗസൂഫ് കൊണ്ട് ഖാസാക്കുക എന്ന് പറഞ്ഞാൽ മൗസൂഫ് സിഫത്തിലേക്ക് മാത്രം. ഈ തഖ്സീസു ഷൈഇൻ ബിഷൈഇൻ, മൗസൂഫിനെ സിഫത്ത് കൊണ്ട് ഖാസാക്കുക, സിഫത്ത് മൗസൂഫിലേക്ക് മാത്രം എന്നിവിടെ അർത്ഥം വെക്കാം. അപ്പോൾ ബിഷൈ എന്ന ബാ മഖ്സൂറായി, ഒന്നാം ഷൈഇ മഖ്സൂർ അലൈഹിയുമായി. ഇനി ബാ മഖ്സൂർ അലൈഹിലും കടക്കും. ബി ത്വരീഖിൻ മഖ്സൂസിൻ, ഒരു പ്രത്യേക ത്വരീഖിലൂടെ എന്താക്കുക, ഖാസാക്കുക. കണ്ടോ? അപ്പൊ ബി ഷൈഇൻ ബി ത്വരീഖിൻ, രണ്ട് ബാ ഉണ്ട് ഇവിടെ. ഈ രണ്ട് ബാ ഇവിടെ ദസൂഖയിൽ തന്നെ കാണാം. വഅലം അന്നൽ ബാ അല്ലൂലാ ലിൽ ഇൽസാഖി വത്തഅദിയത്തി. ബി ഷൈഇൻ എന്നതിലെ ബാ ഇൽസാഖിനുക്കും തഅദിയത്തിനുമാണ്. വസ്സാനിയത്തു ബി ത്വരീഖിൻ മഖ്സൂസിൻ എന്ന് പറഞ്ഞ ബാ ഇസ്തിആനത്തിന്റെ ബാവുമാണ്. അപ്പൊ ബാ എന്താ, ഈ രണ്ട് ജറിന്റെ അർഫുകൾ തമ്മിൽ മഅനയിൽ വ്യത്യാസമുണ്ട്. ഫലാ യുഖാലു ഇന്ന ഫീ കലാമിഹി, മുസന്നിഫിന്റെ കലാമിലുണ്ട്, തഅല്ലുഖു അർഫൈ ജർറിൻ മുത്തഹദിൽ ലഫ്ളി വൽ മഅന. മഅനയും ലഫ്ളും ഒന്നായ ജറിന്റെ രണ്ട് ഹർഫുകൾ ബന്ധിക്കലുണ്ട്. ബി ആമിലിൻ വാഹിദിൻ, ഒരു ആമിലിനോട് ബന്ധിക്കലുണ്ട്. അത് പാടില്ലാത്തതാണ് എന്ന് പറയപ്പെടൂല. കാരണം ഇവിടെ ജറിന്റെ രണ്ട് ഹർഫുകളും ലഫ്ളു ഒന്നാണെങ്കിലും മഅന വ്യത്യാസമുണ്ട്. ബി ത്വരീഖിൻ മൗസൂസിൻ, മൗസൂസായ ഒരു തരീഖിലൂടെ, ഒരു തരീഖ് കൊണ്ട് ഒരു ഷൈഇനെ ഒരു ഷൈഇ കൊണ്ട് ഖാസാക്കുക. ഇതാണ് ഇസ്തിലാഹിൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ. ഉഹുവായി ഖസ്ർ ഹഖീഖിയുൻ,
ഒന്ന് ഹഖീഖിയാണ് വഗൈറു ഹഖീഖിയിൻ, മറ്റൊന്ന് ഹഖീഖി അല്ലാത്തതാണ്. ഒന്ന് ഹഖീഖിയായ കസ്ർ, ഒന്ന് ഹഖീഖി അല്ലാത്ത കസ്ർ. കാരണം ലഅന്ന തഖ്സീസ ശൈഇ ബിശൈഇ, ഒരു ഷൈഇനെ ഒരു ഷൈഉ കൊണ്ട് ഖാസാക്കൽ. ഇവിടെ ബാഉ മഖ്സൂർ അലൈഹിലാണ് കടന്നത്, അത് ശറഹിൽ നിന്ന് മനസ്സിലാവും. ഒരു ഷൈഇനെ ഒരു ഷൈഉ കൊണ്ട് ഖാസാക്കൽ ഇമ്മാ യകൂന ബിഹസ്ബിൽ ഹഖീഖത്തി വഫീ നഫ്സിൽ അംരി, ആ ഖാസാക്കൽ ആയേക്കാം ഹഖീഖത്ത് യഥാർത്ഥ സ്ഥിതി അനുസരിച്ചാവാം, നഫ്സുൽ അംറിൽ ഉള്ളതനുസരിച്ചുമാവാം. എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഒരു ഷൈഇനെ ഒരു ഷൈഇ കൊണ്ട് ഖാസാക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നാം ഷൈഇനിക്ക് ഈ രണ്ടാം ഷൈഇ മാത്രമേ ഉള്ളൂ. അപ്പൊ ബിശൈഇ എന്ന് പറഞ്ഞാൽ മഖ്സൂർ അലൈഹിയായി. ഒന്നാം ഷൈഇ സിഫത്താണെങ്കിൽ രണ്ടാം ഷൈഇ മൗസൂഫ്. അപ്പൊ സിഫത്തിലേക്ക് മൗസൂഫ് മാത്രം, വേറെ ഒന്നും തന്നെയില്ല. യഥാർത്ഥത്തിൽ ഇവിടെ കസ്റുണ്ട്. കാരണം ഒന്നാം ഷൈഇനെ രണ്ടാം ഷൈഇന്റെ മേൽ ചുരുക്കി. ഒന്നാം ഷൈഇനെ രണ്ടാം ഷൈഇന്റെ മേൽ ചുരുക്കി, ഹഖീഖിയായ ചുരുക്കൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്നില്ല. അതാണ് ഹഖീഖത്തിന്റെ തോതനുസരിച്ചുള്ളത്. അതിന്റെ പേരാണ് ഹഖീഖി. അതായത് ബി അല്ലാ യതജാവസ, ആ ഒന്നാം ഷൈഇ വിട്ടുകിടക്കാതിരിക്കുക, ഹു രണ്ടാം ഷൈഇനെ. ഒന്നാം ഷൈഇ സിഫത്താണെങ്കിൽ സിഫത്ത് മൗസൂഫിനെയും വിട്ടുകിടക്കാതിരിക്കുക, അല്ലെങ്കിൽ മൗസൂഫ് സിഫത്തിനെയും വിട്ടുകിടക്കാതിരിക്കുക. ഇലാ ഗൈരിഹി, ആ രണ്ടാം ഷൈഇ അല്ലാത്തതിലേക്ക് അസ്ലൻ തീരെ വിട്ടുകിടക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ എന്തായി? ഒന്നാം ഷൈഇനെ രണ്ടാം ഷൈഇന്റെ മേൽ ഹഖീഖത്തിൽ ചുരുക്കി, വേറെ ഒന്നിലേക്കും വിട്ടുകിടക്കുന്നില്ല. വേറെ ഒന്നിലേക്കും വിട്ടുകിടക്കുന്നില്ല. ഒന്നാം ഷൈഇന് രണ്ടാം ഷൈഇ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെയില്ല. ഇതാണ് ഹഖീഖി. വഹുവൽ ഹഖീഖി, ഇതാണ് ഹഖീഖി. ഔ ബിഹസബിൽ ഇളാഫത്തി ഇലാ ഷൈഇൻ ആഖറ, അല്ലെങ്കിൽ മറ്റൊരു ഷൈഇലേക്ക് ചേർത്തി നോക്കിയിട്ട് എന്താണ് ഒരു ഷൈഇനെ ഒരു ഷൈഇ കൊണ്ട് ഖാസാക്കൽ ഉണ്ടായേക്കാം. അത് ഇമ്മാ യകൂന ബിഹസബിൽ ഹഖീഖത്തി ഔ ബിഹസബിൽ ഇളാഫത്തി. ആ തഖ്സീസ് ഒരു ഷൈഇനെ ഒരു ഷൈഇ കൊണ്ട് ഖാസാക്കൽ ഇമ്മാ ഔ ബിഹസബിൽ ഇളാഫത്തി ഇലാ ഷൈഇൻ ആഖറ, വേറൊരു ഷൈഇലേക്ക് ചേർത്തി നോക്കിയിട്ട് ഒരു ഷൈഇനെ ഒരു ഷൈഇ കൊണ്ട് ഖാസാക്കൽ ഉണ്ടാവും. അതെങ്ങനെ? ബി അല്ലാ യതജാവസഹു, ആ ഒന്നാം ഷൈഇ അത് സിഫത്തായാലും മൗസൂഫായാലും അത് വിട്ടുകിടക്കാതിരിക്കലുകൊണ്ട് ഇലാ ദാലിക ഷൈഇ, അല്ലേ? ബി അല്ലാ യതജാവസഹു, ആ ഒന്നാം ഷൈഇ വിട്ടുകിടക്കാതിരിക്കുക, ഹു രണ്ടാം ഷൈഇനെയും വിട്ടുകിടക്കാതിരിക്കുക, ഇലാ ദാലിക ഷൈഇ, ആ ഷൈഉൻ ആഖറായ ഷൈഇലേക്ക്. അങ്ങനെ ബി അല്ലാ യതജാവസ, ഒന്നാം ഷൈഇ വിട്ടുകിടക്കാതിരിക്കുക, ഹു രണ്ടാം ഷൈഇനെയും വിട്ടുകിടക്കാതിരിക്കുക, ഇലാ ദാലിക ഷൈഇ, ആ ഷൈഉൻ ആഖറിലേക്ക് വിട്ടുകിടക്കാതിരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ മാ സയ്യിദുൻ ഇല്ലാ ഖായിമുൻ, അല്ലെങ്കിൽ മാ ഖായിമുൻ ഇല്ലാ സയ്യിദുൻ. സയ്യിദ് ഖായിമു മാത്രമാണ്, ഖായിദല്ല. അപ്പൊ ഖുഊദിലേക്ക് നോക്കിയിട്ട് ഖായിമു മാത്രം. അപ്പൊ ഖുഊദിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ കസ്റുള്ളൂ. വേറൊരു വസ്ഫും സയ്യിദ് ഖായിമല്ലാതെയല്ല, സയ്യിദ് ഖായിമു മാത്രമാണ്.
അപ്പൊ ഖിയാമിന്റെ മേൽ എന്തായി? സെയ്ദിനെ ചുരുക്കി. സെയ്ദ് ഖായിമ് മാത്രമാണെന്നല്ലോ. ഖിയാമിന്റെ മേൽ എന്താക്കി? സെയ്ദ് ഖായിമ് മാത്രമാണ്. അപ്പോ ഖായിമ് മാത്രമാണ്. ആരല്ല? ഖായിദല്ലാന്നേ ഉള്ളൂ എന്നല്ലാതെ കാത്തിബല്ല ഷായിറല്ല എന്ന് അവിടെ അർത്ഥമല്ല. അപ്പൊ ഹക്കീക്കത്തിൽ ഇവിടെ കസറില്ല. ഖുഊദിലേക്ക് നോക്കുമ്പോൾ സെയ്ദിനെ ഖിയാമിന്റെ മേൽ ചുരുക്കി. ഇനി മറിച്ചും പറയാം, മാ ഖായിമുൻ ഇല്ലാ സെയ്ദുൻ, നിൽക്കുന്ന ആള് സെയ്ദല്ലാതെയല്ല, സെയ്ദ് മാത്രമാണ്. അപ്പൊ ഖിയാമിനെ സെയ്ദിന്റെ മേൽ ചുരുക്കി. അത് അമ്രിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് ആ കസറുള്ളൂ, അമ്രല്ലാത്തവരിലേക്ക് ചേർത്ത് നോക്കിയിട്ടല്ല. അപ്പൊ അമ്രല്ലാത്തവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? കസറില്ല. അമ്രിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഖിയാമിനെ സെയ്ദിന്റെ മേൽ കസറ് ചെയ്തത്. അമ്രല്ലാത്തവരിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്തില്ല? കസറില്ല. അപ്പൊ ഹക്കീക്കത്തിൽ കസറില്ല. അതാണ് ഇളാഫിയായ കസറ് എന്ന് പറയുന്നത്. അപ്പൊ ബി അല്ലാ യതജാവസ, ആ ഒന്നാം ഷെയ്ഖ് വിട്ടുകടക്കാതിരിക്കലുകൊണ്ട്, അത് സിഫത്തായാലും മൗസൂഫായാലും, രണ്ടാം ഷെയ്ഖിനെ, അതങ്ങനെ തന്നെ. ഒന്നാം ഷെയ്ഖ് സിഫത്താവുമ്പോൾ രണ്ടാം ഷെയ്ഖ് മൗസൂഫ്, ഒന്നാം ഷെയ്ഖ് മൗസൂഫാണെങ്കിൽ രണ്ടാം ഷെയ്ഖ് സിഫത്ത്. അപ്പൊ രണ്ടാം ഷെയ്ഖിനെയും വിട്ടുകടക്കാതിരിക്കുക ഒന്നാം ഷെയ്ഖ് ഇലാ ദാലിക ഷെയ്ഇ, ആ ഷെയ്ഉൻ ആഖറാവുന്ന ഷെയ്ഇലേക്ക് വിട്ടുകടക്കാതിരിക്കുക. അപ്പോ ഖുഊദിലേക്ക് നോക്കിയിട്ട് ഖുഊദിലേക്ക് വിട്ടുകിടക്കുന്നില്ല. സെയ്ദ് ഖായിദല്ല, ഖായിമ് മാത്രമാണ്. അതോടുകൂടെ കാത്തിബാവാം, ഷായിറാവാം. അതുപോലെ മാ ഖായിമുന്നില്ല സെയ്ദുൻ, നിൽക്കുന്നവൻ സെയ്ദ് മാത്രമാണ്. അത് അമ്രിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് സെയ്ദ് മാത്രമാണെന്ന് പറഞ്ഞത്. അപ്പൊ അമ്രിലേക്ക് വിട്ടുകിടക്കണില്ല, ഖിയാമ് സെയ്ദിൽ ഒതുങ്ങി എന്ന് വെച്ചാൽ അമ്രല്ലാത്ത പലരിലേക്കും വിട്ടുകിടക്കാം. അതാണ് ഇളാഫിയ കസർ. കണ്ടോ? വൈൻ അംകന അൻ യതജാവസഹു, ഇവിടെ സംഭവിച്ചാലും ശരി, അൻ യതജാവസ, ഒന്നാം ഷെയ്ഇ വിട്ടുകിടക്കൽ സംഭവിച്ചാലും ശരി, രണ്ടാം ഷെയ്ഇനെയും വിട്ടുകിടക്കൽ സംഭവിച്ചാലും, ഇലാ ഷെയ്ഇൻ ആഖറ, വേറൊരു ഷെയ്ഇലേക്ക് വിട്ടുകിടക്കൽ സംഭവിച്ചാലും. അതായത് സെയ്ദ് ഖിയാമിനെയും വിട്ട് എന്തിലേക്ക് വിട്ടുകിടക്കുന്നുണ്ട്? കിതാബത്തിലേക്ക് വിട്ടുകിടക്കുന്നുണ്ട്. അപ്പൊ സെയ്ദ് ഖായിമ് മാത്രമാണ്. ഖുഊദിലേക്ക് നോക്കിയിട്ടാണ് ഖായിമ് മാത്രമാണെന്ന് പറഞ്ഞത്. അതേസമയത്ത് കിതാബത്തിലേക്ക് വിട്ടുകിടക്കാം ഈ സെയ്ദ് ഖാത്തിബാവാം, ഷായിറാവാം, പല വസുഫുകളുമാവാം, ഖുഊദിലേക്ക് ചേർത്ത് നോക്കിയിട്ട. അതുപോലെ തന്നെ ഖായിമ് സെയ്ദല്ലാതെയല്ല, അമ്രിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് ഖായിമ് സെയ്ദ് മാത്രമാണെന്ന് പറഞ്ഞത്. ഖാലിദിലേക്കും ബക്കറിലേക്കും ഒക്കെ ചേർത്ത് നോക്കുമ്പോൾ ഖായിമ് സെയ്ദ് മാത്രമല്ല, അവരും ഖായിമാണ്. അതാണ് ഇൻ അംകന അൻ യതജാവസഹു, ഒന്നാം ഷെയ്ഇ രണ്ടാം ഷെയ്ഇനെ വിട്ടുകിടക്കൽ സംഭവിച്ചാലും ശരി, ഇലാ ഷെയ്ഇൻ ആഖറ, മറ്റൊരു ഷെയ്ഇലേക്ക് വിട്ടുകിടക്കൽ, ഫിൽ ജുംല മൊത്തത്തിൽ. അതായത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇളാഫിയ കസറില് ഷെയ്ഉൻ ആഖറിലേക്ക് വിട്ടുകിടക്കാത്തതും ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയും പോലെ ചില ഇലാഹുകളിലേക്ക് നോക്കിയിട്ടാണ് അല്ലാഹു അല്ലാതെ ഇലാഹില്ലാതെ, കസർ ഇളാഫിയാണ്. അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ. അവിടെ പിന്നെ വേറൊന്നിലേക്കും വിട്ടുകിടക്കുന്നില്ലല്ലോ. അതാണ് ഫിൽ ജുംലത്തി എന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളിടത്ത് കസറിനെ നമ്മൾ ഏറ്റുപാട് ചെയ്യാം. ബഅ്ലുൽ ബുൽദാനിലെ ഇലാഹുകളിലേക്ക് ചേർത്തി നോക്കിയിട്ട് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ. മറ്റുള്ള ഇലാഹുകളിലേക്ക് ചേർത്തി നോക്കിയിട്ട് ചില നാടുകളിലുള്ള ഇലാഹുകൾ, അപ്പോൾ അത് കസർ ഇളാഫിയാണ്. ആ നിലയ്ക്ക് ഈറ്റുപാർ ചെയ്യുമ്പോൾ കസർ ഇളാഫിയാണ്. പക്ഷേ ഇലാഹിയത്ത് അള്ളാഹുവിൽ നിന്ന് മറ്റൊരാളിലേക്ക് തീരെ വിട്ടുകിടക്കണമെന്നില്ലല്ലോ. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളത് കസർ ഹക്കീക്കിയും ആയി ഏറ്റുപാർ ചെയ്യാം, കസർ ഇളാഫിയും ആയിട്ട് ഏറ്റുപാർ ചെയ്യാം. കസർ ഇളാഫിയായിട്ട് ഏറ്റുപാർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വിഷയം.
ഫിൽ ജുംല. അപ്പോൾ കസ്റ് ഇളാഫി തന്നെ മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കിയിട്ടുള്ള കസറാണല്ലോ. ആ ഷൈഉൻ ആഖിറിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് ഇവിടെ കസറ് എങ്കിലും ഈ ഷൈഉൻ ആഖിർ അല്ലാത്തതിലേക്ക് വിട്ട് കടക്കുന്നതും ഉണ്ടാവാം, വിട്ട് കടക്കാത്തതും ഉണ്ടാവാം. ആ കസ്റ് ഇളാഫി ഏത് തന്നെയാണ്, കസ്റ് ഹഖീഖിയും ആകും. അപ്പൊ കസ്റ് ഇളാഫി ചിലപ്പോൾ കസ്റ് ഹഖീഖി ആകും. വഹുവ ഗൈറു ഹഖീഖി, ഈ രണ്ടാമത് പറഞ്ഞത് ഹഖീഖി അല്ലാത്തതാണ്. ബൽ ഇളാഫിയുൻ എന്നല്ല, അത് ഇളാഫിയാണ്. കൗലിക്ക നിന്റെ വാക്കുപോലെ. മാ സൈദുൻ ഇല്ലാ ഖായിമുൻ, സൈദ് ഖായിമ് അല്ലാതെ അല്ല, സൈദ് ഖായിമ് മാത്രമാണ്. അപ്പൊ എന്തായി, സൈദിനെ ഖിയാമിന്റെ മേൽ ചുരുക്കി. അവിടെ സൈദ് മഖ്സൂറാണ്, ഖായിമ് മഖ്സൂർ അലൈഹിയാണ്. സയ്യിദ് മഖ്സൂർ, സയ്യിദിനെ ഖിയാമിന്റെ മേൽ ചുരുക്കി, സയ്യിദ് ഖായിമു മാത്രമാണ്. ബിമാന അന്നഹു, ഈ സയ്യിദ് ലാ യതജാവസു ഖിയാമ, സയ്യിദ് ഖിയാമിനെയും വിട്ടുകടക്കുന്നില്ല. ഇലൽ ഖുഊദി, ഖുഊദിലേക്ക് വിട്ടുകടക്കുന്നില്ല. ഖുഊദിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവൻ ഖായിമു മാത്രമാണ്. ലാ ബിമാന അന്നഹു, ഈ സയ്യിദ് ലാ യതജാവസുഹു, ഖിയാമിനെ വിട്ടുകടക്കുന്നില്ല. ഇലാ സിബത്തിൻ ഉഖ്റാസില, വേറൊരു സിബത്തിലേക്ക് തീരെ വിട്ടുകടക്കുന്നില്ല എന്ന മാനാക്കല്ല. വേറെ സിബത്തുണ്ടാകാം, കാത്തിബാവാം ഷായിറാവാം. ഇതാണ് ഇളാഫി. ഇളാഫിയാണ്, ഇളാഫിയായ കസറാണിത്. ഇനി വൻകിസാമുഹു, ഈ കസർ ഒഹരിയാകൽ ഇലൽ ഹഖീഖി വൽ ഇളാഫി, ഹഖീഖിയിലേക്കും ഇളാഫിയിലേക്കും ഇൻകിസാമാവൽ. ബിഹാദൽ മഅന, ശാരിഹ് ഇവിടെ പറഞ്ഞ മഅനാന്റെ അടിസ്ഥാനത്തിൽ. ശാരിഹ് പറഞ്ഞത് എന്താണ്? ഹഖീഖിയ കസർ എന്ന് പറഞ്ഞാൽ ബി അല്ലാ യതജാവസുഹു ഇലാ ഗൈരിഹി അസ്ലന്ന. ഒന്നാം ഷൈഇ രണ്ടാം ഷൈഇനെയും വിട്ട് മറ്റൊന്നിലേക്ക് തീരെ വിട്ടുകിടക്കാതിരിക്കുക. ഇളാഫി എന്ന് പറഞ്ഞാലോ, ഒന്നാം ഷൈഇ രണ്ടാം ഷൈഇനെയും വിട്ടുകിടക്കാതിരിക്കുക. ഇലാ ഷൈഇൻ ആഖറ, വേറൊരു ഷൈഇലേക്ക് വിട്ടുകിടക്കുക. ഇതാ അങ്ങനെയല്ലേ, ഇതാ ദാലിക ഷൈഇ, ഏതൊരു ഷൈഇലേക്ക് ചേർത്തി നോക്കിയിട്ടാണോ ഇവിടെ കസറുള്ളത് അതിലേക്ക് വിട്ടുകിടക്കാതിരിക്കുക. ഇപ്പൊ ഹഖീഖിയ കസർ എന്ന് പറഞ്ഞത് ബി അല്ലാ യതജാവസഹു ഇലാ ഗൈരിഹി അസ്ല, ഒന്നാം ഷൈഇ രണ്ടാം ഷൈഇനെയും വിട്ട് മറ്റൊന്നിലേക്കും വിട്ടുകിടക്കാതിരിക്കുക. ഇതാണ് ഹഖീഖിന്ന് പറഞ്ഞ മാന. ഇളാഫിന്ന് പറഞ്ഞ മാനയോ, ഒന്നാം ഷൈഇ രണ്ടാം ഷൈഇനെയും വിട്ടുകിടക്കാതിരിക്കുക. ഇലാ ദാലിക ഷൈഇന, ആ ഷൈഉൻ ആഖിറിലേക്ക് വിട്ടുകിടക്കാതിരിക്കുക. മറ്റു പലതിലേക്കും വിട്ടുകിടക്കാം. ഈ മാനാന്റെ അടിസ്ഥാനത്തിൽ ഹഖീഖിയും ഇളാഫിയും ഒഹരിയാകൽ അല്ല, കസർ ഹഖീഖിയിലേക്കും ഇളാഫിയിലേക്കും ഒഹരിയാകൽ ലാ യുനാഫി, എതിരല്ല. എന്തിനോടെതിരല്ല? കൗന തഖ്സീസ് മുത്ലഖൻ, മുത്ലഖൻ തഖ്സീസ് ആകുന്നതിൽ. മുത്ലഖൻ തഖ്സീസ് എന്ന് പറഞ്ഞാൽ ഇളാഫിയും ഹഖീഖിയും രണ്ടും ഉൾപ്പെട്ട തഖ്സീസ്. മിൻ കബീലിൽ ഇളാഫാത്തി, ഇളാഫാത്തിന്റെ കബീലയിൽ പെട്ടതാവലിനോട് എതിരല്ല. ഇവിടെ ഹഖീഖി എന്ന് പറഞ്ഞത് ഇളാഫിയിനോട് എതിരല്ല. കാരണം തഖ്സീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിനെ മറ്റൊന്നുകൊണ്ട് ഖാസാക്കലാണല്ലോ. അപ്പോൾ അവിടെ ഇളാഫാത്ത് ഉണ്ടാവും. അപ്പോൾ അത് ഏതിൽപ്പെട്ടതാകും? ഇളാഫാത്തിൽ പെട്ടതാകും. കണ്ടോ ഇവിടെ ദസൂക്കി ഖൗലുഹു വൻകിസാമുഹു അയ്യൽ ഖസ്രി, ഖസ്ർ വഹരിയാവൽ. വഹാദാ ജവാബുൻ അമ്മാ യുഖാലു, ഇത് മാ യുഖാലുനെ തൊട്ടുള്ള ജവാബാണ്. മാ യുഖാലു ഇന്നൽ ഖസ്റ ഹുവ തഖ്സീസു, ഖസ്ർ എന്ന് പറഞ്ഞാൽ അത് തഖ്സീസാണല്ലോ. വഹുവ തഖ്സീസ് മിനൽ ഉമൂരിൽ ഇളാഫിയ്യത്തി,
ഇദാഫിയായ കാര്യങ്ങളിൽ പെട്ടതുമാണല്ലോ. കാനലി കൗനിഹി, ഈ തഖ്സീസായതിനു വേണ്ടി നിസ്ബത്തൻ ബൈനൽ മഖ്സൂരി വൽ മഖ്സൂരി അലൈഹി, മഖ്സൂർ അലൈഹിന്റെ ഇടയിലുള്ള നിസ്ബയാണെന്ത്? തഖ്സീസ്. അപ്പോൾ അതെന്താണ്? ഇദാഫിയ കാര്യങ്ങളിൽ പെട്ടതാവണം. ലികൗലിഹി നിസ്ബത്തൻ ബൈനൽ മഖ്സൂരി വൽ മഖ്സൂരി അലൈഹി ഹീനൈനിൻ, ആ സമയത്ത്. ഫയംതനിഉ ഇത്തിസാഫുഹു ബിൽ ഹഖീഖി. അപ്പൊ ഇദാഫിയായ മഖ്സൂർ അലൈഹിന്റെ ഇടയിലുള്ള ഒരു നിസ്ബയാണ് തഖ്സീസ്. അപ്പോൾ ഹഖീഖി എന്ന് പേര്, ഇത്തിസാഫ് അതിന് പറയൽ മുംതനി ആണല്ലോ. അതുപോലെ തന്നെ തഖ്സീമുഹു, ആ തഖ്സീസിനെ കിസ്മത്താക്കലും മുംതനി ആണ് ഇലൽ ഹഖീഖി വൽ ഇദാഫി. അല്ല, തഖ്സീമുഹു, ആ തഖ്സീസിനെ കിസ്മത്താക്കൽ ഇലൽ ഹഖീഖി വൽ ഇദാഫി, ഹഖീഖിയിലേക്കും ഇദാഫിയിലേക്കും കിസ്മത്താക്കൽ മിൻ തഖ്സീമി ശൈഇ ഇലാ നഫ്സിഹി വഗൈരിഹി, ഒരു ശൈഇനെ അതിന്റെ സ്വന്തം നഫ്സിലേക്കും ഗൈറിലേക്കും കിസ്മത്താക്കലാണല്ലോ. കാരണം എന്താണ്? തഖ്സീമുഹു, ആ തഖ്സീസിനെ കിസ്മത്താക്കൽ. തഖ്സീസ് ഇവിടെ എന്താണ്? അത് ഇദാഫിയ കാര്യങ്ങളിൽ പെട്ടതാണ്. എന്നിട്ടത് ഹഖീഖിയുമുണ്ട് ഇദാഫിയുമുണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തം നഫ്സിലേക്കും ഗൈറിലേക്കും. തഖ്സീസ് ഇദാഫിയാത്തിൽപ്പെട്ടതാണ്, ഇദാഫിയായ ഉമൂറിൽപ്പെട്ടതാണ്. ആ തഖ്സീസ് ഹഖീഖിയും ഇദാഫിയുണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തം നഫ്സിലേക്കും ഗൈറിലേക്കും തഖ്സീമാക്കലാണല്ലോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടിയാണത്. വഹാസിലുൽ ജവാബി അല്ലൈസൽ മുറാദ് ബിൽ ഹഖീഖി, ഇവിടെ ഹഖീഖി കൊണ്ടുള്ള മുറാദല്ല, മാ ഒന്നല്ല, യകൂനു തഅഖുലുഹു ഫീ ഹദ്ദി ദാത്തിഹി, അതിനെ അതിന്റെ സ്വന്തം ദാത്തിൽ തഅഖുല് ഉണ്ടാകും എന്നല്ല. അതായത് ലാ ബിൽ ഖിയാസിലൽ ഗൈരി, ഗൈറിലേക്ക് ഖിയാസാക്കാതെ അതിന്റെ ഹദ്ദ് ദാത്തിൽ തഅഖുൽ ഉണ്ടാകും എന്നല്ല ഇവിടെ ഹഖീഖി കൊണ്ടുള്ള മുറാദ്. ബലിൽ മുറാദു ബിഹി മാ കാന ബിൽ ഇദാഫത്തി ഇലാ ജമീഇ മാ യുഗായിറു, മാ യുഗായിറു എല്ലാത്തിലേക്കും നോക്കിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഖിയാമല്ലാത്ത എല്ലാത്തിലേക്കും നോക്കിയിട്ട് ഹഖീഖി, ഖിയാമല്ലാത്ത ഖുഊദിലേക്ക് നോക്കിയിട്ട് അത് ഇദാഫി. ഇനി അവിടെ ആ ശറഹ് വായിച്ചാൽ മനസ്സിലാകും. അവിടെ കുറെ പറയുന്നുണ്ട് അങ്ങനെ. ഫഹുവ ഹീനൈദിൻ നൗഉം മിനൽ ഇദാഫി, ഇദാഫിയിൽ നിന്നുള്ള നൗആണ് ഹഖീഖിയും. ബിമാന മാ യകൂനു തഅഖുലുഹു ബിൽ ഖിയാസി ലിൽ ഗൈരി, അതാണ് ഗൈറിലേക്ക് ഖിയാസാക്കിയിട്ട് അതിന്റെ തഅഖുൽ ഉണ്ടാകും. കമാ അന്നൽ ഇദാഫിയ ഹുനാ നൗഉം മിൻഹു, ഇദാഫിയും ഇവിടെ എന്താണ്? ഇദാഫിയിൽപ്പെട്ട നൗആയതുപോലെ ഹഖീഖിയും ഇദാഫിയിൽപ്പെട്ട നൗആണ് കേട്ടോ. അപ്പോൾ വൽ ഹാസിലു അന്നഹു ലൈസൽ മുറാദ് ബിൽ ഹഖീഖി, ഹഖീഖി കൊണ്ടുള്ള മുറാദല്ല മാ ലൈസ ഇദാഫിയൻ മുത്തലക്കൻ, മുത്തലക്കൻ ഇദാഫി അല്ല എന്നല്ല. ബൽ മാ കാന ബിൽ ഇദാഫത്തി ഇലാ ജമീഇൽ മഖ്സൂരി അലൈഹി, മഖ്സൂർ അലൈഹി എല്ലാ മഖ്സൂർ അലൈഹിന്റെ ജമീഇലേക്ക് ചേർത്ത് നോക്കിയിട്ട് ആണ് ഇവിടെ ഹഖീഖി. ബൽ മാ കാന ബിൽ ഇദാഫത്തി ഇലാ ജമീഇൽ മഖ്സൂരി അലൈഹി കമാ അന്നൽ മുറാദ ബിൽ ഇദാഫത്തി മാ കാന ബിൽ ഇദാഫത്തി ഇലാ ബഅലി മാ അദൽ മഖ്സൂരി അലൈഹി, മഖ്സൂർ അലൈഹി അല്ലാത്ത ചിലതിലേക്ക് നോക്കിയിട്ടാണല്ലോ ഇദാഫി എന്ന് പറയുന്നത്. അപ്പോ മഖ്സൂർ അലൈഹി മുഴുവനിലേക്കും നോക്കിയിട്ടാണ് ഹഖീഖി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇബാറത്തില് ഇലാ ജമീഇ മാ അദൽ മഖ്സൂരി അലൈഹി എന്ന് വേണം. മഖ്സൂർ അലൈഹി ഇലാ ജമീഇ
മാ അദൽ മഖ്സൂരി അലൈഹി. ഒരു കിതാബിലൊരു മാ അദ പോയിട്ടുണ്ട്, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അല്ലൈസൽ മുറാദ് ബിൽ ഹഖീഖി, ഹഖീഖി കൊണ്ടുള്ള മുറാദല്ല മാ ലൈസ ഇളാഫിയൻ മുത്തലക്കൻ, മുത്തലക്കൻ ഇളാഫി അല്ല എന്നല്ല, ഇവിടെ ഹഖീഖിയിൽ ഇളാഫിയും ഉൾപ്പെടുന്നുണ്ട്. ബൽ മാ കാന ബിൽ ഇളാഫത്തി ഇലാ ജമീഇ മാ അദൽ മഖ്സൂരി അലൈഹി, അവിടെ മാ അദ കിതാബിലില്ല. മഖ്സൂരി അലൈഹി അല്ലാത്ത എല്ലാത്തിലേക്കും നോക്കിയിട്ട് കമാനൽ മുറാദ ബിൽ ഇളാഫി, ഇളാഫി കൊണ്ടുള്ള മുറാദ് എന്താണ്? മാ കാന ബിൽ ഇളാഫത്തി ഇലാ ബഅലി മാ അദൽ മഖ്സൂരി അലൈഹി, മഖ്സൂരി അലൈഹി അല്ലാത്ത ചിലതിലേക്ക് നോക്കിയിട്ട് ആണല്ലോ ഇളാഫി എന്ന് പേര് കൊടുത്തത്. അപ്പൊ ഹഖീഖി എന്ന് പേര് കൊടുക്കുന്നത് എന്താണ്? മഖ്സൂരി അലൈഹി അല്ലാത്ത മുഴുവനിലേക്കും ചേർത്ത് നോക്കിയിട്ട്. അപ്പൊ രണ്ടും ഇളാഫിയിൽ ഉൾപ്പെട്ടു, രണ്ടും ഇളാഫിയിൽ ഉൾപ്പെട്ടു അർത്ഥം. അപ്പൊ ദസൂഖിയിൽ ഇവിടെ ഒരു മാ അദ പോയിട്ടുണ്ട്, അത് വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണത്. ആദ്യം അത് അങ്ങനെ അർത്ഥം വെച്ചു പോകും. ഇലാ ജമീഇൽ മഖ്സൂരി അലൈഹി, മഖ്സൂരി അലൈഹി മുഴുവനിലേക്കും എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇലാ ജമീഇ മാ അദൽ മഖ്സൂരി അലൈഹി എന്ന് വേണം. പോട്ടെ. പിന്നെ വകുല്ലും മിന്നുമാ ഐ മിനൽ ഹഖീഖി വഗൈരിഹി, ഹഖീഖി ഗൈർ ഹഖീഖി രണ്ടിൽ നിന്നുള്ള എല്ലാ ഓരോന്നും നൗആനി, ഓരോന്നും രണ്ട് ഇനമാണ്. ഒന്ന് കസറുൽ മൗസൂഫി അല സിഫത്തി, മൗസൂഫിന് സിഫത്തിന്റെ മേൽ കസറാക്കൽ. വഹുവ കസറുൽ മൗസൂഫി അല സിഫത്തി എന്ന് പറഞ്ഞാൽ അല്ലാ യതജാവസൽ മൗസൂഫു, മൗസൂഫ് വിട്ടുകടക്കാതിരിക്കലാണ്. മിൻ തിൽക സിഫത്തി, ആ സിഫത്തിൽ നിന്ന് ഇലാ സിഫത്തിൻ ഉഖറ, മറ്റൊരു സിഫത്തിലേക്ക്. അത് ഹഖീഖിയിലും ഇളാഫിയിലും. ലാക്കിൻ യജൂസു അൻ യകൂന തിൽക സിഫത്തു, ആ സിഫത്തുണ്ടാവൽ ജായിസാണ് ലി മൗസൂഫിൻ ആഖറ, മറ്റ് വേറെ മൗസൂഫിനുണ്ടാവൽ ജായിസാണ്. പിന്നെന്താണ് അവിടെ ജായിസാകാത്തത്? ജായിസായത് ഈ മൗസൂഫ് ഈ സിഫത്തിൽ നിന്ന് വേറെ സിഫത്തിലേക്ക് വിട്ടുകിടക്കൂല. മൗസൂഫിനിക്ക് ഈ സിഫത്ത് മാത്രം, അതേ സമയത്ത് ഈ സിഫത്തിനിക്ക് വേറെ മൗസൂഫ് ഉണ്ടാവാം. ഇതാണ് ഒന്ന്. മറ്റൊന്ന് കസറു സിഫത്തി അലൽ മൗസൂഫി, സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുക. അപ്പോ ഒന്ന് കസറുൽ മൗസൂഫി അല സിഫത്താണ് എന്ന് പറഞ്ഞാൽ മൗസൂഫിനിക്ക് ഈ സിഫത്ത് മാത്രം, സിഫത്തിനിക്ക് വേറെ മൗസൂഫ് ഉണ്ടാവാം. മറ്റൊന്ന് കസറു സിഫത്തി അലൽ മൗസൂഫി, സിഫത്തിലെ മൗസൂഫിന്റെ മേൽ കസറാക്കുക. വഹുവ അല്ലാ യതജാവസ തിൽക സിഫത്തു, ആ സിഫത്ത് വിട്ടുകിടക്കാതിരിക്കുക. അന്താലിക്കൽ മൗസൂഫി, ആ മൗസൂഫിനെയും വിട്ട് ഇലാ മൗസൂഫിൻ ആഖറ, വേറൊരു മൗസൂഫിലേക്ക്. സിഫത്തിനിക്ക് ഈ മൗസൂഫ് മാത്രം, മൗസൂഫിനിക്ക് വേറെ സിഫത്ത് ഉണ്ടാവാം. ലാക്കിൻ യജൂസു അൻ യകൂന ലിദാലിക്കൽ മൗസൂഫി, ആ മൗസൂഫിനുണ്ടാവൽ ജായിസാണ് സിഫാത്തുൻ ഉഖറ, സിഫാത്തുൻ ഉഖറു, വേറെ സിഫത്തുകൾ ഉണ്ടാവലെന്താണ്? ജായിസാണ് ആ മൗസൂഫിനിക്ക്. വൽ മുറാദ് ബിസ്സിഫത്തി ഹാഉന, ഇവിടെ സിഫത്ത് കൊണ്ടുള്ള മുറാദ് അസ്സിഫത്തുൽ മഅനവിയ്യ, മഅനവിയായ സിഫത്താണ്. ഐനി അൽ മഅനൽ ഖായിമ ബിൽ ഗൈരി, ഗൈറുൽ ഖായിമായ മഅനയാണ് എന്നല്ലാതെ എന്തല്ല. ലൻ നഅ്തു നഹ്വിയ്യു, നഹ്വിയ്യ ആയ നഅ്തല്ല. കാരണം നഅ്തിന്റെയും മൻഉത്തിന്റെ ഇടയിലും ഒരു കസറില്ല. നഹ്വിയായ നഅ്തിന്റെയും മൻഉത്തിന്റെയും ഇടയിൽ ഒരു കസറില്ല. അതുകൊണ്ട് നഹ്വിയായ നഅ്തല്ല ഇവിടെ മുറാദ്, ഗൈറുൽ ഖായിമായ ഒരു മഅനയാണ്. ഐനി നഹ്വിയായ നഅ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അത്താബി അല്ലദി യദുല്ലു അലാ മഅനൻ ഫീ മത്ബൂഇഹി, മത്ബൂഇൽ ഒരു മഅനാനെ മേൽ അറിയിക്കുന്ന താബിഇനെയാണ് ഉദ്ദേശം. ആ താബി അല്ല ഇവിടെ മുറാദ്. ഗൈറ ശുമൂലി, ശുമൂലല്ലാത്ത ഒരു മഅനാനെ മേൽ അറിയിക്കുന്നത്.
അപ്പോ ഷുമൂലല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് തൈക്കീത് പുറപ്പെടാൻ വേണ്ടിയിട്ടാണത്. കുല്ലുകൊണ്ടുള്ള തൈക്കീതൊക്കെ പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. മത്ബൂഇൽ ഒരു മഅനാന്റെ മേൽ അറിയിക്കുന്നത്, അതുകൊണ്ടൊക്കെ ബദല് പുറപ്പെട്ടു, അത്ഫ് ബയാൻ പുറപ്പെട്ടു, ഷുമൂലിന് അല്ലാത്ത തൈക്കീതും പുറപ്പെട്ടു. പിന്നെ ഗൈറ ഷുമൂലി അലാ മഅനൻ ഫീ മത്ബൂഇഹി ഗൈരി ഷുമൂലി, ഷുമൂൽ അല്ലാത്തൊരു മഅനാന്റെ മേൽ, അപ്പൊ കുല്ലുകൊണ്ടുള്ള തൈക്കീതും പുറപ്പെട്ടു. പക്ഷേ ബൈനഹുമാ ഉമൂമുൻ മിൻ വജിഹിൻ, നഹ്വിയായ നഅത്തിന്റെയും പിന്നെ ഇവിടെ പറഞ്ഞ ഗൈറുൽ ഖായിമായ മഅന എന്ന അർത്ഥത്തിലുള്ള വസ്ഫിന്റെയും നഹ്വിയായ സിഫത്തിന്റെയും ഗൈറുൽ ഖായിമായ മഅന എന്ന് പറഞ്ഞ സിഫത്തിന്റെ ഇടയിലുണ്ട് ഉമൂമുൻ മിൻ വജിഹി ഉണ്ട്. അന്താലി തസാദുഖിഹിമ, രണ്ടും സാദിക്കായതിനു വേണ്ടി ഫീ മിസ്ലി അഅജബനി ഹാദൽ ഇൽമു, ഈ ഇൽമു എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ അൽ ഇൽമു ഹാദയിൽ നിന്ന് സിഫത്താണ്, അപ്പൊ നഹ്വിയാ നഅത്താണ്. അതേസമയത്ത് ഇൽമു ഗൈറുൽ ഖായിമായ ഒരു മഅനയുമാണ്. ഇവ രണ്ടും അവിടെ സാദിക്കായി. ഓ തഫാറുഖിഹിമ, രണ്ടും തഫാറുക്കുണ്ടായതിനു വേണ്ടി, തഫാറുക്ക് വേർപെട്ടതിനു വേണ്ടിയും ഫീ മിസ്ലി അൽ ഇൽമു ഹസനുൻ, ഇൽമു ഹസനാണ്. ഇവിടെ ഹസൻ എന്നുള്ളത് ഗൈറുൽ ഖായിമായ ഒരു മഅനയാണ്, ഹുസ്നിയത്ത്. അതേസമയത്ത് എന്തല്ല, അല്ലെങ്കിൽ ഇൽമു ആയിക്കോട്ടെ, ഇൽമു എന്നുള്ളത് ഗൈറുൽ ഖായിമായ ഒരു മഅനയാണ്, അൽ ഇൽമു ഹസനുൻ. അതെന്തല്ല, നഹ്വിയാ നഅത്തല്ല, മുബ്തദയാണ്. ഓ മറർത്തു ബിഹാദർ റജുലി, അവിടെ ഇപ്പോ അൽ ഇൽമു ഹസനു എന്നുള്ളടത്ത് ഏത് മാത്രമേ ഉള്ളൂ, ഗൈറുൽ ഖായിമായ മഅന എന്ന നിലക്കുള്ള സിഫത്താണ്, നഹ്വിയാ സിഫത്തല്ല. ഓ മറർത്തു, ഞാൻ നടന്നു, ബിഹാദർ റജുലി, ഈ റജുലിന്റെ അരികിൽ കൂടി. അപ്പൊ അർറജുലി എന്നുള്ളത് സിഫത്താണ്, നഹ്വിയായ സിഫത്താണത്. അതേസമയത്ത് ഗൈറുൽ ഖായിമായ ഒരു മഅന അല്ലാതെ. പിന്നെ വഅമ്മാ നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലത്തത്, മാ സയ്യിദുൻ, സയ്യിദല്ല, ഇല്ല അഹൂക്ക, നിന്റെ സഹോദരൻ അല്ലാതെയല്ല. ഇവിടെ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കിയതിന്റെ ഉദാഹരണമാണ്. രണ്ടും ഗൈറുൽ ഖായിമായ ഒരു മഅന അല്ലല്ലോ അഹൂക്ക എന്നുള്ളത്. വമൽ ബാബു ഇല്ലാ സാജിൻ, വാതിൽ തേക്കല്ലാതെയല്ല. മാഹാദ, ഇവനല്ല, ഇല്ലാ സയ്യിദുൻ, സയ്യിദല്ലാതെയല്ല. ഈ ഉദാഹരണങ്ങൾ സിഫത്തും മൗസൂഫും അല്ലല്ലോ എന്നാണ് ഇഷ്കാല്. അത് ഫമിൻ ഖസ്റിൽ മൗസൂഫി അല സിഫത്തി, ഇത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കിയതിൽ പെട്ടതാണ്. തക്ദീറൻ, തക്ദീറിൽ സിഫത്തിന്റെ മേൽ കസറാക്കിയതിൽ പെട്ടതാണ്. ഇതിൽ മാന അന്നഹു, തീർച്ചയായിട്ടും കാര്യം, അന്നഹു തീർച്ചയായിട്ടും സയ്യിദ്, അല്ലെങ്കിൽ വാതില്. അതുപോലെ തന്നെ ഹാദ അന്നഹു മഖ്സൂറുൻ, ഈ സയ്യിദ് മഖ്സൂറാണ്, അലൽ ഇത്തിസാഫി ബി കൗനിഹി അഹൻ, അവൻ അഹാവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടവനാണ്. അപ്പൊ തക്ദീറിൽ ഇല്ല അഹൂക്ക എന്നുള്ളത് സിഫത്താണ്. ഔ സാജൻ, അല്ലെങ്കിൽ വാതിലാവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടതാണ്. അത് രണ്ടാം ഉദാഹരണത്തിൽ. ഹോമൽ ബാബു, ബാബല്ല, ഇല്ലാ സാജുൻ, തേക്കല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ വാതില് തേക്കാവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിന്റെ മേൽ ചുരുക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ മാഹാദ ഇല്ലാ സയ്യിദുൻ, ഇവനല്ല, സയ്യിദല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അൽ ഇത്തിസാബി ബി കൗനി അഹൻ ഔ സാജൻ ഔ സയ്യിദൻ, സയ്യിദാവലുകൊണ്ട് വസ്ഫ് സിദ്ധിക്കലിന് മേൽ ചുരുക്കപ്പെട്ടവനാണ്. അത് ഇത് മൂന്നും യഥാർത്ഥത്തിൽ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കിയതിൽ പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്.